ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് നോക്കുന്നത്. അതിൽ കൊളറാഡോയിൽ ആദ്യമേ യു എസിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒരു ആക്രമണം, ഒരു ഈജിപ്ഷ്യൻ പൗരനാണ് കടുത്ത ഇസ്രായേലി വിരോധിയായിട്ടുള്ള ആ ഈജിപ്ഷ്യൻ പൗരൻ ഈ ഒരു ആക്രമണം നടത്തിയത്. സ്പ്രേ ബോട്ടിലുമായിട്ട് ഇറങ്ങി വന്ന് ജൂയിഷിനെതിരെയുള്ള നടപടിക്രമങ്ങൾ, അതിൽ ഏതാണ്ട് 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എല്ലാവരെയും ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തെങ്കിലും ഈ ഒരു വ്യക്തിയെ ആ സ്പോട്ടിൽ തന്നെ അറസ്റ്റ് ചെയ്ത് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം. അതിനുശേഷം നമ്മൾ നേരെ സൗദി അറേബ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സൗദി അറേബ്യ ഇസ്രായേലിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഈ അറബ് കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ റമല്ലയിൽ, വെസ്റ്റ് ബാങ്കിൽ, ഗാസയിലൊക്കെ അറബ് ലീഡേഴ്സിന്റെ എൻട്രി വെസ്റ്റ് ബാങ്കിലും ഗാസയിലേക്കൊക്കെ വരാനുള്ള ഒരു എൻട്രി പെർമിറ്റ് ഇസ്രായേൽ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അറബ് കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ ഇപ്പൊ തൽക്കാലം നിങ്ങൾ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇസ്രായേൽ എടുത്തത്. ഇത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു നിലപാടായിപ്പോയി, അതിതീവ്രമായിട്ടുള്ള ഒരു നിലപാടാണ് എന്നാണ് സൗദി അറേബ്യ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേൽ തൽക്കാലം ഒരു ഗോസിപ്പിനോ അല്ലെങ്കിൽ തൽക്കാലം ഒരു റൂമറിനോ അല്ലെങ്കിൽ ഈ അറബ് ലീഡേഴ്സ് ഒക്കെ വന്നിട്ട് അവിടെ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് അഭിപ്രായമായിരിക്കും അവിടെ പറയാൻ പോകുന്നത്. കാരണം വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലായാലും ഇസ്രായേൽ അവരുടേതായിട്ടുള്ള എക്സ്പാൻഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗാസയ്ക്കുള്ളിലും നല്ല രീതിയിൽ അവർ എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൽക്കാലം എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്ലോബൽ പ്രഷർ തന്നെ ഇസ്രായേലിന്റെ മേളിലുണ്ട്. അപ്പോൾ അതിലുപരിയായിട്ട് ഇപ്പോൾ ഒരു അറബ് കമ്മ്യൂണിറ്റിയുടെ വിസിറ്റും കൂടി വേണ്ട എന്നാണ് ഇസ്രായേൽ തീരുമാനിച്ചത്. കാരണം യൂറോപ്യൻ സൈഡിൽ നിന്ന് ഗ്രേറ്റ തൻബർഗ് ഉൾപ്പെടെയുള്ള ആ ഒരു സ്വീഡിഷ് നാഷണൽ ആയിട്ടുള്ള ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ആ ഒരു പ്രവർത്തകയൊക്കെ ചേർന്നുകൊണ്ട് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗാസ വിസിറ്റ് ചെയ്യാനുള്ള പദ്ധതിയൊക്കെ ഒരുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേൽ തികച്ചും, അതായത് കഴിഞ്ഞ തവണ യു കെയുടെ ലോ മേക്കേഴ്സിന്റെ എൻട്രീസ് തടഞ്ഞു. അതിനുശേഷം ഫ്രാൻസിന്റെ എൻട്രി തടഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ അറബ് കമ്മ്യൂണിറ്റിയുടെ എൻട്രിയും തടഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം യൂറോപ്പിന്റെ എൻട്രിയും കൂടെ തടയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും തന്നെ പെർമിഷൻ കൊടുക്കുന്നില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് അറബ് കമ്മ്യൂണിറ്റി അങ്ങനെയൊന്നുമില്ല, ആർക്കും പെർമിഷൻ ഇല്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. അതിനിപ്പോൾ സൗദി അറേബ്യ എന്ത് തന്നെ പറഞ്ഞാലും ഇസ്രായേൽ ആ ഒരു പെർമിഷൻ കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഗാസയെ ഗവൺ ചെയ്യാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയ്ക്കും UAE-ക്കൊക്കെ വളരെയധികം പ്രഷർ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് ഏതാണ്ട് ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പോയതാണ്. അവർക്കാർക്കും ഈ ഗാസയെ ഗവൺ ചെയ്യാനോ ഗാസയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനോ ഇതിനൊന്നും അവർ തയ്യാറല്ല. ജസ്റ്റ് വെറുതെ പോയിട്ട് ചുമ്മാ ഇങ്ങനെ അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ഇരവാദങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് നടക്കാനുള്ള ഒരു സാഹചര്യമാണ് ഈ അറബ് കമ്മ്യൂണിറ്റി എല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത്. ഇതാരും തന്നെ ഈ ഒരു റെസൊല്യൂഷനിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് ആർക്കും തന്നെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യ. ഈ ഗാസ ജനങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് തീവ്രവാദം അവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, ഈ അറബ് കമ്മ്യൂണിറ്റിക്ക് ഈ ഒരു ഉറപ്പ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോഴും ഈ ഒരു യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ UAE-ക്കോ സൗദി അറേബ്യയ്ക്കോ ഇതൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാന്നേ ഉള്ളൂ. സൗദി അറേബ്യ ഒറ്റ രാജ്യം വിചാരിച്ചു കഴിഞ്ഞാൽ ആ മൊമെന്റിൽ ഈ യുദ്ധം നിൽക്കും. ഇസ്രായേൽ അപ്പോഴേ സൗദിയുമായിട്ടുള്ള നോർമലൈസേഷൻ ഒപ്പിട്ട് ഏത് സമയത്ത് ഈ ഒരു യുദ്ധം ഒഴിവാക്കി കൊടുത്തെന്ന് കേട്ടാൽ മതി. ഇവർക്കാർക്കും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യ. പിന്നെ എന്തിനാണ് ഈ ചുമ്മാ വെറുതെ അവിടെ പോയി വിസിറ്റ് ചെയ്യുന്നത്? അതായത് യഹിയ സിൻവറിന്റെ ബ്രദറായിട്ടുള്ള മുഹമ്മദ് സിൻവറാണ് ഗാസയിൽ ഈ ഒരു ഹമാസിനെ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു മുഹമ്മദ് സിൻവറിനെയും ടാർഗറ്റ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് അറ്റാക്ക് ചെയ്തതിന്റെ വീഡിയോസ് ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഇസ്രായേൽ. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒഴിവോടുകൂടി ഇപ്പോൾ പുതിയൊരു വ്യക്തി ആ ഒരു പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഹമാസിന്റെ ഗാസ സിറ്റി കമാൻഡർ എന്നറിയപ്പെടുന്ന ഈസൽദിൻ അൽ ഹദാദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പം നിലവിലെ ഗാസയിലെ ഹമാസിന്റെ ലീഡർ. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇനി ടാർഗറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഇപ്പോൾ വാർത്തയിൽ കൂടെ പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് വളരെ സ്വാഭാവികമാണ്. അത് ബൈ ഡീഫോൾട്ട് എത്തിച്ചേരുന്നതാണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം 2 ഫോട്ടോസ് കാണിക്കാം. ആ 2 ഫോട്ടോസും കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ടതാണ്. US പുതിയൊരു അനൗൺസ്മെന്റ്, അത് ഇറാന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ന്യൂക്ലിയർ ഡീലിന് ഒപ്പിടാൻ വേണ്ടിയിട്ട് സമ്മതിച്ചാൽ അവർക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവുന്നതായിരിക്കും ആ ന്യൂക്ലിയർ ഡീലിൽ. അതായത് സിവിൽ പർപ്പസ് എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെന്റിന് സമ്മതിക്കാമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ഡിപ്ലോമാറ്റ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സൈഡിൽ നിന്ന് വരുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ US-ഉമായിട്ടുള്ള ന്യൂക്ലിയർ ഡീൽ വേണ്ട എന്ന് വെക്കാൻ തീരുമാനമെടുത്തതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് അവർക്ക് US-ഉമായിട്ട് ഈ ഒരു ന്യൂക്ലിയർ ഡീൽ വേണ്ട എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം അവർ ഏകദേശം എൻറിച്ച്മെന്റ് ഫുൾഫിൽമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ ഇത് അവസാനം ഈ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അടിച്ചു തീർക്കുന്ന ഒരു വിഷയമായിട്ട് മാറി തീരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തം ഇങ്ങനെ പിരിമുറുക്കം കൂടി പോവാണ്. ആരും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. ഇറാനും വിട്ടുകൊടുക്കുന്നില്ല, അമേരിക്കയും വിട്ടുകൊടുക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 5 റൗണ്ട് ചർച്ച നടത്തിയിട്ടും ഈ ഒരു ന്യൂക്ലിയർ ഡീലിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ചർച്ചകളില്ല. ഇനി ഇൻഡയറക്റ്റ് ചർച്ചകൾ വല്ലതും നടന്നാലായി. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അമേരിക്കയാണെങ്കിൽ പല രീതിയിലുള്ള ഓഫേഴ്സ് അയഞ്ഞയഞ്ഞ് വരികയാണ്. അതായത് നിങ്ങൾ ന്യൂക്ലിയർ ഡീലിൽ ഒപ്പിട്ടോളൂ, എന്നാലും നിങ്ങൾക്ക് ന്യൂക്ലിയർ എൻട്രിച്ച്മെന്റ് നടത്താം എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ഇതിന്റെ അർത്ഥം. എന്നാലും ഇറാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവാക്യുവേഷൻ ഓർഡർ ഇൻ നോർത്തേൺ ഗാസ ഭാഗത്ത് IDF ഇവാക്യുവേഷൻ, ആൾക്കാരെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഗാസയിൽ പുതിയ എക്സ്പാൻഷൻ, തീവ്രവാദ കേന്ദ്രങ്ങൾ, അതായത് ഡസൻ കണക്കിലുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്ത് IDF അവരുടെ ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ലെവലിലേക്കുള്ള എക്സ്പാൻഷനിലേക്ക് പോവാണ്. ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു 70% ഇസ്രായേൽ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്തിലേക്കാണ് ഇനി കൂടുതലായിട്ട് ഇസ്രായേൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഖാൻ യൂനിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ ആക്രമണം ഇന്ന് അഴിച്ചുവിട്ടിട്ടുണ്ട്. അപ്പം നിരന്തരം ഗാസയ്ക്കുള്ളിൽ അറ്റാക്ക് നടക്കുന്നുണ്ട്. അതുപോലെ ഇസ്രായേൽ എയ്ഡ് വളരെ സക്സസ്ഫുള്ളി ഇപ്പോൾ ഇന്ന് 4ാമത്തെ ദിവസം ആ ഒരു എയ്ഡ് സപ്ലൈ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് ഹമാസിന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡീബങ്കിങ് ആണ്. ശരിക്കും ഹമാസിനെ ഈ ഒരു എയ്ഡ് സപ്ലൈ എന്നുള്ള ആ ഒരു പരിപാടിയിൽ നിന്ന് ടോട്ടലി ഒഴിവാക്കിക്കൊണ്ട് ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഈ ഒരു GHF എന്ന് പറഞ്ഞ ആ ഒരു സംഘടന ത്രൂ കംപ്ലീറ്റ് എയ്ഡ് സപ്ലൈ ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് വളരെ ക്ലിയർ ആയിട്ടുള്ള എയ്ഡ് സപ്ലൈ ഇന്നലെ നടത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി യുണൈറ്റഡ് നേഷൻസ് ആയാലും ശരി, ഇനി അമേരിക്ക ആയാലും ശരി തന്നെ ഈ ഒരു എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്ലെയിംസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഒരുപാട് ചാനലുകൾ, മിഡിൽ ഈസ്റ്റ് ഐ പോലത്തെ ചാനലുകളൊക്കെ പ്രൊപ്പഗൻഡ വീഡിയോസ് ഒക്കെ പുറത്തിറക്കുന്നുണ്ട്. അതായത് ഗാസയിലെ കുട്ടികളുടെ സ്കെലറ്റൽ സിസ്റ്റം കാണുന്ന രീതിയിലുള്ള വീഡിയോസും ഫൂട്ടേജസ് ഒക്കെ പ്രൊപ്പഗൻഡയായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. ഏതൊക്കെ വീഡിയോസ് ഇതിനകത്ത് റിയൽ ആയിട്ട് വരുന്നുണ്ടെന്നുള്ളത് വളരെ വളരെ ഡൗട്ട്ഫുൾ ആണ്. കാരണം ഈ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും അതായത് ഒരു വ്യക്തിയെ, ഒസാമ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ വീഡിയോ ഞാൻ കാണുകയുണ്ടായി. ആ ഒരു ഒറ്റ കുഞ്ഞിനെയാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്, അല്ലാതെ മറ്റാരെയും അതിനകത്ത് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഗാസയിലെ കുട്ടികൾ എല്ലാവർക്കും ഇതേ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറേ കുട്ടികളെയൊക്കെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടേ? അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഒന്നും എവിടെയും കാണാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള പ്രൊപ്പഗൻഡ, ഈ രീതിയിലുള്ള പ്രൊപ്പഗൻഡ വീഡിയോസാണ് അവർ കൂടുതലും പുറത്തിറക്കുന്നത്. അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ബോംബ് വീഴുന്ന പോലെയൊക്കെയുള്ള ഫോട്ടോസ് ഒക്കെ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത്? ഇവർ ഈ ബോംബ് വീഴുന്നതും കാത്ത് ഇങ്ങനെ വീഡിയോ വെച്ചുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയൊന്നുമല്ല, അങ്ങനെ സാധിക്കില്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രൊപ്പഗൻഡ എന്നുള്ളത് വളരെ വ്യക്തമാണ്.